ഹായ് ഗൈസ്. അപ്പോൾ പറഞ്ഞു നമ്മ ഇന്ന് ലവ് സ്റ്റോറി പറയാൻ പോവാ. ഞങ്ങളെ ലവ് സ്റ്റോറി ഫൈനലി ഞങ്ങളോട് ചോദിച്ചിട്ടുള്ള ഒരു ഏതെങ്കിലും ഒരു കമന്റ് എല്ലാ വീഡിയോയുടെ അടിയിലുണ്ടാവും ലവ് സ്റ്റോറി അടിയില് ലവ് സ്റ്റോറി ചോദിച്ചിട്ട്. അപ്പൊ ആദ്യം ഞങ്ങള് 50K ഇപ്പൊ പറയാന്ന് പറഞ്ഞു. പക്ഷെ ആ ടൈമിൽ ആകെ തീരില്ലാത്തൊരു ബിസിയും കാര്യങ്ങളൊക്കെ കുറച്ച് എന്താ പറയാ ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇങ്ങോട്ട് വന്ന എറണാകുളത്തേക്ക് മാറിയ പിന്നെ ഞങ്ങൾക്ക് ടൈം ഉണ്ടായിരുന്നു ചെയ്യാൻ. വിചാരിച്ച് കുറച്ച് വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും ഇന്ന് പറയാന്ന്. ഈ ഡേറ്റിന്റെ പ്രത്യേകത നമ്മ പറയട്ടെ ലാസ്റ്റ്. അപ്പൊ ലവ് സ്റ്റോറി അപ്പൊ ഞങ്ങള് 2017 ഓഗസ്റ്റ് 11 ഞാൻ ഫസ്റ്റ് കാണുന്നത്. ഇത് സംഭവം നമ്മ ഇങ്ങനെ ഒരു ലവ് സ്റ്റോറി എന്നുള്ള ബേസിൽ റിലേഷൻഷിപ്പ് ആയ ടൈം വെച്ച് അങ്ങനെ നിർത്തില്ല കേട്ടോ. അവിടം വരെയുള്ള കഥ വെച്ച് നിർത്തില്ല. ഞങ്ങളുടെ ഇവിടം വരെയുള്ള ഒരു ജേണി അങ്ങനെയായിട്ട് പറയാം. ഇങ്ങനെ ഫസ്റ്റ് ഞങ്ങൾ മീറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ പുതിയൊരു മൊബൈൽ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് അവിടെ. അപ്പോൾ ഞാൻ ഇവിടെ വീടിൻ്റെ അടുത്തൊരു പുതിയ ഷോപ്പ്, എൻ്റെ ഫസ്റ്റ് പരിപാടി മൊബൈൽ ഷോപ്പ് ആയിരുന്നു. അപ്പോൾ എൻ്റെ വയസ്സായില്ല മൊബൈൽസ് ഒക്കെ കണ്ടിട്ട് പറഞ്ഞ വളയ്ക്കാതെ വെച്ചിട്ട് അതായിരുന്നില്ല സാധേ. അപ്പോൾ ഫസ്റ്റ് എനിക്ക് പ്ലാനിങ് എൻ്റെ ഡ്രസ്സിൻ്റെ പരിപാടി ആയിരുന്നു. അപ്പോൾ അത് ലേറ്റ് ആയപ്പോൾ പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ടി ഷോപ്പ് സെറ്റ് ചെയ്തതാണ്. അപ്പൊ എന്റെ ഫ്രണ്ട് പറഞ്ഞ അവൾക്ക് അറിയണ ഒരു ചെക്കൻ അവിടെ ഉണ്ട്, അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് വാങ്ങാം. കടയില് എൻ്റെ ഒരു കസിൻ തന്നെയാണ് അവിടെ നിന്നിരുന്നത്. അപ്പൊ ആ പയ്യൻ ഇവളുടെ ഫ്രണ്ടിന്റെ ഫ്രണ്ടാണ്. അപ്പൊ ഇവള് ആ പരിചയത്തില് കാർഡ് വാങ്ങാൻ വന്നു. അപ്പൊ അവളുടെ ഫ്രണ്ടാണ് ഞാനെന്ന് വിചാരിച്ചു. ഞാൻ അവിടെ നിന്നിരുന്നു ആ ടൈമില്. ഞാൻ വിചാരിച്ചു. അപ്പൊ അങ്ങനെ കാർഡ് വാങ്ങാൻ കേറി. ബീബി ആണെങ്കിൽ എങ്ങനെയാന്ന് വെച്ചാൽ ശരിക്കുണ്ടല്ലോ ഫസ്റ്റത്തെ ഇതിൽ ഭയങ്കര ജാട പോലെയാണ്. ഇങ്ങനെ അന്നത്ര 28 വോഡഫോണിന്റെ കാർഡ്, 29 വോഡഫോണിന്റെ കാർഡ് എന്നാ ഇങ്ങനത്തെ ഒരു സാധനമായിരുന്നു കാര്യം. അല്ല എന്നാലും ഒരു കടയിലൊക്കെ നിൽക്കുമ്പോ ഒരു ചിരി, അതൊരു പെൺകുട്ടി ആയിരുന്നല്ല. അങ്ങനെ അതെ യൂണിഫോം അപ്പൊ അങ്ങനെ അപ്പൊ ഭയങ്കര ഒരുമാതിരി ഞാനിത് ചെക്കനാ ലെവല്. ഞാൻ പക്ഷെ വിചാരിച്ചത് അവളുടെ ഫ്രണ്ടാണെന്ന് വിചാരിച്ചു. അപ്പൊ ഞാന് അവളോട് പറഞ്ഞു എന്ത് ജാടയാണ് അങ്ങനത്തത്. അതായത് ഇവര് നേരിട്ടിട്ടല്ല പിന്നെ കാണുമ്പോ പറഞ്ഞത്. അവള് ചെന്നിട്ട് അതായത് അവിടെ കടയിലുണ്ടായിരുന്നവനോട് പറഞ്ഞ് എന്ത് ചാടയാണ്. അപ്പൊ അവൻ പറഞ്ഞു ഞാനല്ല വേറെ ആളുണ്ടായിരുന്നെന്ന് പറഞ്ഞ്. ബിലാൽക്കാടെ ദോസ്തായിരുന്നു. അപ്പൊ ബിലാൽക്കാരോട് പറഞ്ഞു എന്നിട്ട് എന്നോട് വന്ന് പറഞ്ഞു ബിലാൽക്കാക്ക് ഭയങ്കര ചാടാന്ന് പറഞ്ഞു അവരെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, അതായത് ഭയങ്കര ചാടാന്നുള്ള രീതി എന്നെ ഭയങ്കര ഡാർക്കാക്കി പറയുന്ന പോലെ എനിക്ക് തോന്നിയപ്പോ ഞാന് FBയില് എങ്ങനെ കണ്ട FBയില് അങ്ങോട്ട് ഇതേമാതിരി മ്യൂച്വൽ അങ്ങോട്ട് കണ്ടു നമ്മ. അങ്ങനെ ഞാൻ മെസ്സേജ് ചെയ്ത് എന്നിട്ട് ഹായ് അയച്ചിട്ട് താൻ എന്താ എന്റെ ചാടാന്ന് പറഞ്ഞേ. താൻ ഇയാൾ അങ്ങനെ എന്തോ വിളിച്ചിട്ടാണ് എന്നോട് പറഞ്ഞേ. അപ്പൊ നമ്മളുണ്ട് ഞാനെന്താ ഈ സാധനം ഒന്നല്ല എനിക്ക് അങ്ങനെ തോന്നി. ഞാൻ പറഞ്ഞു ലെവല് ഞാൻ. അപ്പൊ തുടക്കത്തെ ചേട്ടന് 2 പേര് നിലയ്ക്ക് ചേരില്ല എന്ന് പറഞ്ഞ ചേട്ടായിരുന്നു തുടക്കത്തിൽ തന്നെ. എന്താ പറയാ തല്ലോടിട്ടാണ് ഞങ്ങള് സ്റ്റാർട്ട് ചെയ്യണത്. പിന്നെ കാഷ്വലി വെറുതെ ഇടയ്ക്കിടയ്ക്ക് 29 കാർഡ് വാങ്ങാൻ വന്നു. 29 കാർഡ് വാങ്ങാൻ വരും. എന്നിട്ട് 29 കാർഡ് വാങ്ങാൻ വന്നു കഴിഞ്ഞാല് 30 രൂപ തരും. എന്നിട്ട് 1 രൂപ വാങ്ങാൻ വേണ്ടി പിറ്റേ ദിവസം വരും. വെറുതെ പിന്നെടാ എന്നില്ലേട്ടാ. എന്നിട്ട് എന്തൊന്നുമില്ല നമ്മ പറയാൻ വന്നത്. അപ്പൊ അങ്ങനെയാണ് ഞങ്ങളെ സ്റ്റാർട്ടിങ് മീറ്റ് ചെയ്യുന്നത്. തല്ലൂട്ടത്തിലാണ് ചാറ്റൊക്കെ ഇങ്ങനെയാണ് ചാറ്റിലെത്തിയത്. ഒരു മാസത്തോളം നല്ല ഫ്രണ്ട്ഷിപ്പായിട്ട് നല്ല ഇക്കാനിയെത്തി എന്നുള്ള റോളായിരുന്നു. ചെറുതെന്ന് വെച്ചാല് അന്ന് എനിക്ക് 15 ഉണ്ടായില്ല, ഞാൻ 14. ഞങ്ങൾ റിലേഷനിലായിട്ടായിരുന്നു. എനിക്ക് 15 വയസ്സായി. എനിക്ക് ഓർമ്മയുണ്ട്. റിലേഷൻ വെച്ചാല് അങ്ങനെ ഒരു റിലേഷൻ നീ പറയണ മെയ്ഡ് ഫോർ ഈച്ച് അതർ ക്യൂട്ട് കപ്പിളൊന്നും ആയിരുന്നില്ല ആ ടൈമില്. എന്നും അതായത് ഞാന് കുറച്ച് ഇതായ ഞാൻ ഓരോന്ന് പറയാം, അങ്ങനെ ചെയ്യ് ഇങ്ങനെ ചെയ്യ്, ഭക്ഷണം കഴിക്ക്, വെള്ളം കുടിക്ക്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാ പറയാ. അല്ലാണ്ട്
ബീബി ഭയങ്കര എന്താ സംഭവം എന്ന് വെച്ചാല് എന്നെ ഭയങ്കര വീട്ടിലിങ്ങനെ കൊഞ്ചിച്ച് വളർത്തി അങ്ങനത്തെ അതൊക്കെ ഇതായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര കൊഞ്ചലും അങ്ങനെ അങ്ങനെ ഭയങ്കര ഇതൊക്കെ കൂടുതലാ. പ്രത്യേകിച്ച് ഒന്നും അനുസരിക്കില്ല, ആരും അങ്ങനെ ഉപദേശിക്കലൊക്കെ കുറവാണ്. അപ്പൊ പിന്നെ അറിയാലോ, നമ്മ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ആരെങ്കിലും ഉപദേശിക്കുന്ന ഇഷ്ടമുണ്ടാവും, അല്ല എനിക്കറിയാന്നുള്ള അങ്ങനത്തെ ഒരു ഭാവം തന്നെയായിരിക്കുമല്ലോ. അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ ബീബി ഇങ്ങനെ പറയും വെള്ളം കുടിച്ചോളോ, അങ്ങനെ ചെയ്തോളൂ, ഇങ്ങനെ ഞാനിത് ഏത് ചെക്ക അങ്ങനെ ഭയങ്കര എന്താ വലിയ ആൾ അങ്ങനെയൊക്കെ പോലെ. തീരെ ഒരു 10% ആണ് ഞങ്ങൾ തമ്മിൽ നല്ല രീതിക്ക് ഉണ്ടാവാറുള്ളൂ. എന്തെങ്കിലും പറഞ്ഞത് തന്നെ ഒരു കാര്യത്തില് ബിബി യോജിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിനോട് യോജിക്കില്ല, ഞാൻ യോജിക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര ഞങ്ങൾ തമ്മില് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു കുറച്ച് കഴിഞ്ഞപ്പോ ബ്രേക്കപ്പ് ആവാന്നുള്ള രീതിയിലൊക്കെ ആയി. അങ്ങനെ നീനു പിണങ്ങി, ഞാനും പിണങ്ങി. അത് കഴിഞ്ഞിട്ട് നീനു ഇങ്ങനെ വീണ്ടായില് നടക്കുമ്പോ ഞാനിങ്ങനെ ബൈക്കിൽ വരുമ്പോ നീനു എന്നെ കണ്ടപ്പോ നീനു അപ്പൊ മറന്ന് തല്ലൂടിക്കാന്നുള്ള കാര്യം മറന്ന്. അത്ര ഉള്ള ടൈം പറഞ്ഞ മാതിരി എനിക്ക് ഓർമ്മ തല്ലൂടി പിന്നീട് എനിക്ക് എന്നിട്ട് ഞാൻ വീണ്ടും പതുക്കെ കൈയൊക്കെ മാറ്റി. ഫസ്റ്റ് ഒക്കെ അങ്ങനെ തല്ലൂട്ട രസമായിരുന്നു. പിന്നെ അങ്ങനെ റിലേഷനായെങ്കിലും ഞങ്ങൾ തമ്മിൽ ഭയങ്കര ബോണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. ശരിക്കും ഇങ്ങനെ റിലേഷനിക്ക് ആവണോ വേണ്ടെന്നുള്ള ഭയങ്കര ഒരു കൺഫ്യൂഷനിലായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞു, ആള് നല്ലൊരു ഇങ്ങനെ ഫ്രണ്ടിനും എനിക്ക് ഭയങ്കര ഒരു ഇക്കാണല്ലോ, അപ്പൊ അങ്ങനെ നല്ല സ്വഭാവമാണ്, പക്ഷെ നമുക്കൊന്നും മാച്ചാവില്ല അങ്ങനത്തെ ഒരു ടൈപ്പ്. അപ്പൊ എന്റെ ഫ്രണ്ട് വന്നിട്ട് പറയാ, ഇതായിരുന്നു മീഡിയേറ്റർ ആയിരുന്നു. അപ്പൊ നീ ഫ്രണ്ടിനോട് പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു ഇങ്ങനെ ഓരോന്നൊക്കെ അവളോട് എന്താ പറയാ സെറ്റാക്കി തരാൻ പറഞ്ഞിട്ടുണ്ടാ. സെറ്റാക്കി തരാന്നല്ല, എനിക്കിങ്ങനെ താല്പര്യം പറഞ്ഞിട്ടുണ്ട്. അവളും പറഞ്ഞിട്ടുണ്ട്, അവൾക്കും ഉണ്ട്, പക്ഷെ പറയാൻ മടി എന്നുള്ള രീതിയിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയല്ല, നല്ല അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഈ റിലേഷൻഷിപ്പിക്ക് അങ്ങനെ പോകണം അങ്ങനെയൊന്നുണ്ടല്ലോ. ഇങ്ങനെ ഫ്രണ്ട് തന്നെ അവൾ എന്നെ ഇങ്ങനെ ഭയങ്കര കൺവിൻസ് ചെയ്തിട്ട് പറഞ്ഞ് നല്ലൊക്കെയാണ്, പൊന്നു പോലെ നോക്കൂ, അത് ഇത് ഇതൊക്കെ മിഠായി വെച്ചെടുത്തിട്ട് തോന്നുന്നു. അപ്പൊ അങ്ങനെ നമ്മ യെസ് പറഞ്ഞു, റിലേഷൻഷിപ്പിക്കായി. എന്നിട്ട് എന്താ കഥ, തല്ലൂട്ടെന്നെ അതെന്ന് വെച്ചാല് ഞാൻ എങ്ങനത്തെ ടൈപ്പാന്ന് അറിയോ, ഞാൻ സ്കൂളിൽ പോയാൽ ടോയ്ലറ്റ് ക്ലീൻ അല്ലാത്ത കാരണം ടോയ്ലറ്റിൽ പോവില്ല. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഞാൻ എന്താ പറയാ ടോയ്ലറ്റിൽ പോവുള്ളൂ, പിന്നെ വെള്ളം കുടിക്കുള്ളൂ അങ്ങനെയൊക്കെ. അപ്പൊ ബീബി എന്നോട് ചോദിക്കുന്നുണ്ടാവും ആ വെള്ളം കുടിച്ച, അപ്പൊ ഞാൻ ഇല്ല എന്ന് പറയും. പിന്നെ ടോയ്ലറ്റിൽ പോയ അപ്പൊ ഇതിനാണ് നമ്മ തല്ലുവിടുക മെയിനായിട്ട്. ഇങ്ങനത്തെ കാര്യങ്ങള്, അതായത് ആഭ്യന്തര കാര്യങ്ങളൊന്നുമല്ല, പൊരുത്തപ്പെടാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ടാവും. പക്ഷെ ഇത് ശരിക്കും നല്ലൊരു കാര്യമല്ലേ. പക്ഷെ എനിക്കപ്പൊ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോ എനിക്ക് ദേഷ്യം വരും. അപ്പൊ ഞാനോ എന്തിട്ട് ഏത് നേരത്താണോ അങ്ങനെ ഒരു മൈൻഡ് ആയിരുന്നു. എന്നിട്ട് എപ്പോഴും പറഞ്ഞ മാതിരി വേണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു. പക്ഷെ അങ്ങനെ കുറച്ച് കഴിഞ്ഞ് എനിക്കിങ്ങനെ പിന്നെ ഞാൻ ഇങ്ങനെ നോണ പറയാൻ തുടങ്ങി. തല്ലൂട്ട് ഒഴിവാക്കാനായിട്ട് ഞാൻ പറയാം വെള്ളം കുടിച്ചിട്ട് അഴിച്ചു പോയി കഴിഞ്ഞില്ലേ അങ്ങനത്തെ ഒരു ഇത്. അപ്പൊ അങ്ങനെ സ്മൂത്തായിട്ട് പോയി ആ ദിവസങ്ങളൊക്കെ, അങ്ങനെ നോണ പറയുന്ന ദിവസമൊക്കെ സ്മൂത്തായിട്ടാ. പക്ഷെ പിന്നെ പതുക്കെ എനിക്ക് മനസ്സിലായോ ഇതിപ്പോ എന്തുകൊണ്ടാണ് പറയണത്, നമ്മൾ എത്രത്തോളം ഇതുകൊണ്ടാണ് പറയണത്. അതെ, +2 ഒക്കെ ആയപ്പോഴാണ് എനിക്ക് ആ ഒരു ബോധം വന്നത്. അപ്പൊ തൊട്ട് ഞാൻ ഇങ്ങനെ കറക്റ്റ് ഞാൻ ഒരു പുതിയ മഞ്ഞ കുപ്പിയൊക്കെ വാങ്ങിച്ച് ഞാൻ ഫുള്ള് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ ടോയ്ലറ്റിലൊക്കെ പോയി സെറ്റ് നല്ല കുട്ടിയായി. പിന്നെ പിന്നെ +2 വീട്ടിൽ പിടിച്ചത്. +2 വീട്ടിൽ പിന്നെന്ന് വെച്ചാല് ഇതന്നെ കൊറേ ഇപ്പൊ നമ്മ ഒരാഴ്ചയിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും നമ്മ തല്ലൂടും. ബിബി എങ്ങനെയാന്ന് വെച്ചാല് എന്താ പറയാ ഇങ്ങനെ എന്തെങ്കിലും നല്ലത് പറഞ്ഞു തന്നിട്ട് നമുക്ക് ചെയ്ത് തന്നില്ലെങ്കിൽ ബിബിക്ക് വേഗം വിഷമായിട്ട് അത് ദേഷ്യമായിട്ട് പുറത്ത് കാണിക്കും. അങ്ങനത്തെ ടൈപ്പായിരുന്നു. എന്നോടാണെങ്കിൽ ആരെങ്കിലും ദേഷ്യപ്പെട്ട ഞാൻ അപ്പൊ കരയാനും പിണങ്ങാനും നിക്കണ അങ്ങനത്തെ ഒരു ടൈപ്പായിരുന്നു. നല്ല രീതിക്ക് വേണ്ട ഈ കാണ പോലും ഒന്നും ഇരുന്നില്ല. സത്യം ബ്രേക്കപ്പ് ആയിട്ട് ഒരു ദിവസം 2 ദിവസമൊക്കെ പോവുള്ളൂ ബ്രേക്കപ്പ്. പക്ഷെ ഇങ്ങനെ പറയില്ലേ എന്തോ ഒന്നിങ്ങനെ പിടിച്ചു ആള് വിളിക്കും എന്നിട്ട് മിണ്ടാണ്ടിരിക്കും. ഇതാണ് ഞാൻ വെക്കും, പിന്നെ കുറച്ച് വിളിക്കും, എന്നിട്ട് മിണ്ടാണ്ടിരിക്കും. ഇതാണ് ആളുടെ സ്റ്റൈല്. അതെ അങ്ങനെ പതുക്കെ ഞാനിങ്ങനെ സീരിയസ് ആയിട്ട് വന്നോട്ടെ. എനിക്ക് ട്രൂ ലവ് ഒന്നും ആയിരുന്നില്ല. ട്രൂ ലവ് എന്ന് വെച്ചാല് ഇങ്ങനെയായിരുന്നല്ലോ സ്വഭാവം, നല്ല തീരെ വൈബ് മാച്ച് ആവില്ല, സെറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ ടൈമില് എനിക്കും 100% ആത്മാർത്ഥത ഉണ്ടായിരുന്നില്ല,
ആൾക്കും ഉണ്ടായിരുന്നില്ല. പക്ഷെ ബീബിക്ക് ആത്മാർത്ഥത ഉണ്ടായിരുന്നു തോന്നിയ കാരണമായിരുന്നു ഞാൻ ആ ട്രാക്കിക്ക് വന്നത്. കാരണം ബീബി എന്നെ എന്തുമാത്രം കയറി നിന്നിട്ട് ഞാനൊരു വില കൊടുക്കണില്ല പോലത്തെ ഒരു സാധനമായിരുന്നു ഞാൻ. അപ്പൊ എനിക്കത് ഞാൻ റിയലൈസ് ചെയ്തു. അപ്പൊ അങ്ങനെ പിന്നെ ഞാൻ ട്രൂ ആയി തുടങ്ങി. വീട്ടില് പിടിച്ചെന്താ സംഭവം പ്ലസ് ടുവിലാണ്. അതൊരു എക്സാമിന്റെ തലേ ദിവസം എന്തോ പറഞ്ഞിട്ട് അത് തല്ലൂട്ടത്തിന് മാത്രമല്ല ഞങ്ങൾ അങ്ങനെ. എന്റെ ഫോൺ ചാർജ് കഴിഞ്ഞ് ഓഫായി. അപ്പൊ ഞാൻ തല്ലൂട്ടം കണ്ടിന്യൂ ചെയ്ത് നമുക്ക് ഇങ്ങനെ പറയാൻ വേണ്ടിട്ട് വീർപ്പൂട്ട്. അപ്പൊ ഞാൻ വല്യമ്മയുടെ ഫോണിൽ നിന്ന് ടെക്സ്റ്റ് മെസ്സേജ് അയച്ച് ഞങ്ങൾക്ക് ഇങ്ങോട്ട് തല്ലൂടുക. അപ്പൊ ആ തല്ലൂടുന്ന മെസ്സേജ് ഡിലീറ്റ് ചെയ്യാൻ ഞാൻ മറന്നു. എന്നിട്ട് പിറ്റേ ദിവസം ഞാൻ പൂരത്തിനൊക്കെ പോയിട്ട് വരുമ്പോ മാമി വന്നിട്ട് ഇതായിരുന്നു അവന് ഇതെന്റെ ഫ്രണ്ട് അങ്ങനെ. അതിന്റെ പിറ്റേ ദിവസം എക്സാം ഉണ്ട് കേട്ടോ. അപ്പൊ അവിടെ അപ്പൊ വീട്ടിൽ നിന്ന് ഇങ്ങനെ വിളിച്ചു ചോദിച്ചു ആരാ. അങ്ങനെയല്ല, എന്നെ വിളിച്ചു ഫസ്റ്റ്. അപ്പൊ സ്കൂള് കണ്ട് ഞാൻ ഫസ്റ്റ് എടുത്തില്ല. പിന്നെ അതിന്റെ ഇടയിൽ ഇനി മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കേൾപ്പിക്കും. ഇപ്പൊ എന്റെ ഫോണിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അത് കേൾപ്പിക്കണം. നീനിങ്ങനെ അത് ഇങ്ങനെയും വീട്ടിൽ പിടിച്ചാലും പിരിയരുതേ എന്ന് പറഞ്ഞിട്ടൊരു അതുണ്ടല്ലോ. അത് ശരിയായി. ഇത്രയൊക്കെ ക്രിഞ്ച് കഴിഞ്ഞു. ഇനിയിപ്പൊ അതെനിക്ക് പറയുന്നോണ്ട് കുഴപ്പമില്ല. അത് ശരിക്കും ഇങ്ങനെ ഭയങ്കര സംഭവം. എനിക്ക് ട്രൂ ലവ് ആയ ടൈമായിരുന്നു. അത്രയൊന്നും എനിക്ക് വലിയ ട്രൂ ലവ് ഉണ്ടായിരുന്നില്ല ആയ ടൈം. അപ്പൊ ഇങ്ങനെ ഞാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പണ്ട് ബിബി ഭയങ്കര ഈ പറയുന്ന പോലെ ഒന്നുമില്ല കേട്ടോ. ബിബിക്ക് അത് കേട്ടപ്പോ വിഷമായി സന്തോഷം മീൻസ് ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ വോയിസ് അയച്ചപ്പോ നല്ല കൊച്ചു അല്ല, നല്ല കുട്ടിയല്ല, നല്ല ആത്മാർത്ഥത ഉണ്ട് എന്നുള്ള അങ്ങനെയൊക്കെ. അപ്പൊ എനിക്ക് കോള് വന്നു, വലിയ മഴ കോള് വന്നു. അപ്പൊ ഞാൻ പിന്നെ അങ്ങോട്ട് തിരിച്ചു വിളിച്ചു. അപ്പൊ പറഞ്ഞു എന്താ എവിടെയാണ് മോന്റെ വീട്, അങ്ങനെ ഇങ്ങനെയൊക്കെ ഞാൻ എല്ലാം പറഞ്ഞു ഇങ്ങനെ. അപ്പൊ അവളൊന്നും പറയണ്ട, അവൾക്ക് എക്സാം ആണ്, വലിയപാട് ഇങ്ങനെ സംസാരിച്ച് അങ്ങനെ ഫ്രണ്ടാണ്. അപ്പൊ അതിന്റെ പേരിലൊന്നും ഇല്ല, അവൾക്ക് എക്സാം ആണ്. അപ്പൊ ആ ടൈമാണ് സ്ട്രെസ് കൊടുക്കണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷെ എനിക്ക് അതാണ് ഇഷ്ടമായത്. അത്രയും മെച്ചുവേർഡ് ആയിട്ട് അങ്ങനെ ഒരു കാര്യം ഹാൻഡിൽ ചെയ്തല്ലോ, അങ്ങനെ സ്മൂത്ത് ആയിട്ട് പോയി. പിന്നെ 2017 ആന്റിക്കട കല്യാണം കഴിയുന്നത്. കല്യാണം കഴിഞ്ഞ ആ ടൈമില് ഇല്ല. പക്ഷെ ഞാൻ പറയട്ടെ ഇങ്ങനെ പിന്നെ ഇങ്ങനെ ഇതിന്റെ ഓരോ സംഭവങ്ങൾ കൂടി കൂടി വരുന്നതെന്ന് വെച്ചാല് ഞാൻ എല്ലാവരും ഒരാളെ കണ്ടാലും ഇങ്ങനെ വിശ്വസിക്കുക. എനിക്ക് അവരെ ക്യാരക്ടർ എങ്ങനെയാ അങ്ങനെ ഒന്നും ഡിക്റ്റേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവില്ല. ഞാൻ എല്ലാവരും ഇവരെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ DM ചെയ്ത പിള്ളേര് അങ്ങനെയൊക്കെ. അപ്പം ഞാൻ ഇവരെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്, ഇവരാണ് എൻ്റെ ഫ്രണ്ട്സ് ഫോർ ലൈഫ് എന്നൊക്കെ പറഞ്ഞ് ചെല്ലും. അപ്പൊ ഞാൻ എങ്ങനെയാന്ന് വെച്ചാൽ എല്ലാ ദിവസവും ക്ലാസ് കഴിഞ്ഞ് വന്നാൽ അന്നത്തെ മൊത്തം സ്റ്റോറി ഞാൻ ഇങ്ങനെ ബിബിനോട് പറയും. ഇവരിങ്ങനെയായിരുന്നു പറഞ്ഞാൽ ഞാൻ ഭയങ്കര പ്യുവറായിട്ട് അവരത്രയും ജെന്യൂനാന്നൊക്കെ വന്ന് ഇങ്ങനെ പറയും. അപ്പൊ ബിബി പറയും ഇവരിങ്ങനെയാന്ന് തോന്നുന്നുണ്ട്, അവരിങ്ങനെയാന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ പറയും അല്ലല്ല ബിബി വെറുതെ പറയണമെന്ന് പറഞ്ഞിട്ട് അതും പറഞ്ഞ് തല്ലുവിടും. പക്ഷെ എന്റെ ബിബി പറഞ്ഞ പോലെ തന്നെ കുറച്ച് പേരാണ് ജെന്യൂനായിട്ട് നിന്നിട്ടുള്ള കുറച്ച് പേര് അങ്ങനെ പോയിട്ടുണ്ട്. അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പൊ ആരാണ് അത്, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, നമുക്ക് അവരുടെ സ്റ്റോറികൾ പറയുമ്പോ നമുക്ക് മനസ്സിലാവും ഇന്നാള് പ്രശ്നമാവും, ഇന്നാള് നിനക്ക് പണി വരും, ഇന്നാള്. അപ്പൊ ഈ പറഞ്ഞ മാതിരി അങ്ങനെ കൊറേ കുഴിച്ചു. അപ്പൊ ഞാന് അന്നൊക്കെ ബിബി എന്തെങ്കിലും പറയുമ്പോ ഈ പറഞ്ഞ നന്നായി എതിർക്കും. നമ്മുടെ ഫ്രണ്ട്സിനെ അല്ലേ പറയണേ. അപ്പൊ നമുക്ക് നല്ല ദേഷ്യം വരും കിട്ടിട്ട് സാധനം. അങ്ങനെ അതൊക്കെ അങ്ങനെ നടന്നു. അപ്പൊ എനിക്ക് വീണ്ടും മനസ്സിലായി ഇത് കൊള്ളാലോ, ഒരു പൊട്ടത്തേക്ക് പറ്റിയതാ, മീൻസ് എന്റെ ലൈഫിൽ കൂടെ കൂട്ടാൻ പറ്റിയതാന്നുള്ള ഒരു ബുദ്ധിപരമായ ഒരു സംഭവം. എന്നിട്ട് പിന്നെ പറയാം. പിന്നെയാണ് 2017 കട കഴിഞ്ഞപ്പോ എന്നെ വീട്ടിൽ വെറുതെ തമാശക്ക് ഇങ്ങനെ എനിക്ക് നോക്കണം എന്നുള്ള രീതിയിൽ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് എന്റെ ഏജ് എന്ന് പറഞ്ഞാൽ 28-29 കല്യാണം കഴിക്കാനായിരുന്നു എന്റെ പ്ലാന്. അതുപോലെ തന്നെയാണ് നടന്നത്. അപ്പൊ 26-27 ഒക്കെ ആയപ്പോ വീട്ടിലിങ്ങനെ പറഞ്ഞു തുടങ്ങി, ഉപ്പയും ഉമ്മയൊക്കെ ഇങ്ങനെ സംസാരിച്ചു തുടങ്ങി എന്ത് നോക്കണ്ട എന്നുള്ള രീതിയിൽ. അപ്പൊ ഉമ്മാടെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരാളുണ്ട്, ഇങ്ങനെ ഒരാളുണ്ട്, ഭയങ്കര ലവ് ആണ് അതൊന്നുമല്ല. അപ്പൊ എന്നോട് ലവ് ഉണ്ടായില്ല.
അങ്ങനെ പറഞ്ഞിട്ടില്ലാന്ന്. പക്ഷെ അങ്ങനത്തെ എനിക്ക് രീതിയില് വീട്ടില് പറഞ്ഞിട്ടില്ല. അപ്പൊ വീട്ടില് എന്നെ ഇങ്ങനെ ലിറ്ററലി പറയില്ല, എന്നെ ഇതുവരെ ആരും ഇത്രയും കെയർ ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ സ്നേഹിച്ചിട്ടില്ലാത്ത പോലെ എനിക്ക് തോന്നിക്കുന്നത്. വീട്ടില് പറഞ്ഞപ്പോ ഇവിടെ ഡിഗ്രി ആയിട്ടുള്ള ആ ടൈമില് ഡിഗ്രി ഫസ്റ്റ് ഇയർ. അപ്പൊ ഇപ്പൊ നടക്കൂല, ഒരു 2 വർഷം കൂടി വെയിറ്റ്. അപ്പൊ എനിക്ക് 28-29 വയസ്സാവും. അപ്പൊ നോക്കാന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോഴും ഉമ്മാക്ക് ടെൻഷൻ ആയിരുന്നു. ഞാൻ ആ ടൈമിൽ ചോദിക്കുമ്പോ ഇവര് വീട്ടുകാർ സമ്മതിക്കുമോ എന്നുള്ള ഒരു പേടിയുണ്ട്. കാരണം എനിക്ക് 29 ആവുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ നടപ്പെന്ന് വെച്ചാല് 27, 28. നാട്ടിലായാലും അതാണ് 27. എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ഞങ്ങളൊരു 6-7 ഫ്രണ്ട്സ് ഉണ്ട്. അവരെല്ലാരും കല്യാണം കഴിഞ്ഞു. അതില് എന്റെക്കാളും മൂത്തവരാണ് കൂടുതല്. അവരെ കല്യാണം കഴിഞ്ഞു. അപ്പൊ ആ ഗ്യാങ് ആയതുകൊണ്ട് എനിക്ക് ക്വസ്റ്റ്യൻ വന്നു തുടങ്ങി. എന്റെ കസിൻസ് എന്റെ ഏജ് ആയവരൊക്കെ കല്യാണം കഴിഞ്ഞു തുടങ്ങി. അപ്പൊ ഉമ്മാക്ക് ടെൻഷൻ എന്ന് വെച്ചാല് 29 വയസ്സിലാണ് ഇപ്പൊ നീനുവിന്റെ കാര്യം. നീനുവിന്റെ വീട്ടില് പറയാൻ പോണം. അപ്പൊ സമ്മതിച്ചില്ലെങ്കിൽ എന്താവോ എന്നുള്ള പേടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഉമ്മാടെ ജസ്റ്റ് പറഞ്ഞിട്ടുള്ള റിലേഷൻ ആണ്, അങ്ങനെ ഒന്നും ഇങ്ങനെ ഒരു കൊച്ചുണ്ട്, നമുക്ക് ആ ടൈം ആകുമ്പോ നോക്കാന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. എന്റെ വീട്ടില് ഞാൻ ഇങ്ങനെ ഉമ്മാനോട് ജസ്റ്റ് നമ്മ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടാ. പക്ഷെ എന്റെ വീട്ടില് നേരെ ഓപ്പോസിറ്റ്. എന്റെ വീട്ടിലെല്ലാവരും അത്യാവശ്യം നല്ലോണം പഠിച്ചു കഴിഞ്ഞ് അങ്ങനെ ഒരു 23, 24 അങ്ങനെയൊക്കെ ഏജിലെ കല്യാണം കഴിക്കുള്ളൂ. ഞാന് 20 വയസ്സായി പിറ്റത്തെ മാസം എന്റെ കല്യാണം, കല്യാണമായിരുന്നു അങ്ങനെ. അപ്പൊ അങ്ങനെ ഭയങ്കര പ്രഷർ ഉണ്ടായിരുന്നു ആ ടൈം. ഇപ്പൊ കല്യാണത്തിന്റെ ടൈം ആണെങ്കിലും നീനുവിന് ഓക്കെ ആയിരുന്നില്ല. നീനുവിന് പേടിയായിരുന്നു കല്യാണം എന്നുള്ള സംഭവം. എനിക്കിങ്ങനെ അറിയായിരുന്നു എന്തായാലും ബിബിയുടെ വീട്ടിൽ നിന്ന് വേഗം ആക്കും. പക്ഷെ ഇങ്ങനെ എന്തോ പെട്ടെന്ന് വന്നപ്പോ എനിക്ക് പെട്ടെന്നൊന്നല്ല, എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പോലെ തോന്നി. പിന്നെ ഈ പറഞ്ഞ മാതിരി ചുറ്റിനും ഉള്ള സറൗണ്ടിങ്ങിലുള്ള ആൾക്കാരൊക്കെ നെഗറ്റീവാണ്. കല്യാണം കഴിഞ്ഞ അങ്ങനെ ഇങ്ങനെ പഠിക്കാൻ പറ്റില്ല, മറ്റേത് മറിച്ചത്, ഭയങ്കര റെസ്പോൺസിബിലിറ്റി ആവും. അപ്പൊ ഞാനെന്ന് വെച്ചാ ഇതൊക്കെ വന്നിട്ട് ബിബിനോട് പറയും ഇതൊക്കെ ഇങ്ങനെയല്ല അങ്ങനെയല്ല. അതുകൊണ്ട് എനിക്ക് ഞാൻ ഇങ്ങനെ സംഭവം ഞങ്ങൾ തമ്മിൽ ഭയങ്കര ലവ് എന്ന് വെച്ചാൽ അങ്ങനെയാണ്. ഇപ്പൊ ഞാൻ പറയില്ല, എന്തൊക്കെ ഞങ്ങൾ തല്ലുകൂടിയാലും ഒരു ഡേയുടെ അവസാനം ഞങ്ങൾ തല്ലുകൂട്ടം മാറിയിട്ടാണ് കെടുക്കാറുള്ളോ, ചാറ്റ് ചെയ്തിട്ട് ഉറങ്ങാറുള്ളോ അങ്ങനെ. കല്യാണം കഴിഞ്ഞിട്ട് എന്താ പറയാ അത്ര വലിയ തല്ലുകളൊന്നും ഉണ്ടായിട്ടില്ല. ഈ പെണ്ണ് കാണൽ ടൈമിലും ഞങ്ങൾ ആ ടൈം വലിയ പെണ്ണ് നമ്മുടെ റിലേഷൻഷിപ്പ് പൂവണിയാൻ പോണ്, പെണ്ണ് കാണാൻ പോണെന്നൊന്നും പറഞ്ഞ് ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടില്ല. കാരണം എൻ്റെ മൂഡ് ഓക്കെ ആയിരുന്നില്ല. കാരണം എനിക്കറിയില്ല, ഇങ്ങനത്തെ ഒരാളെ കൂടെ വേഗം ദേഷ്യം വരും, എനിക്കാണെങ്കിൽ വേഗം വിഷമാവും. അപ്പം ഞാൻ എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നൊക്കെ വിചാരിച്ചിട്ട്. പിന്നെ ആൾക്കാരും ചുറ്റിനും ആൾക്കാർ ഇത് തരുന്നതും നെഗറ്റീവ്. പിന്നെ അറിയാലോ, ഞാൻ കോളേജിൽ 2nd ഇയർ അങ്ങനെ പഠിച്ചിരുന്നത്. അപ്പം ടീച്ചേഴ്സ് ആയാലും ഭയങ്കര കല്യാണത്തിനെതിരെ അങ്ങനെയൊക്കെ ആയിരുന്നു. ഭയങ്കര സത്യത്തിൽ ഇങ്ങനെ വിഷമം എന്താ ചെയ്യണ്ടേ എന്നുള്ള. ഇപ്പം ഞാൻ എന്ന് പറയുമ്പോൾ എൻ്റെ ലൈഫിൽ ഇപ്പം ഫാമിലി ആയിട്ട് നമുക്കൊരാളെ കണ്ടുപിടിച്ച് കെട്ടിച്ച് തരികയാണെങ്കിൽ അത് നേരെ തലയ്ക്കിട്ട് അവരോട് ചൂടാവും. ഇത് അങ്ങനെയല്ലല്ലോ, എൻ്റെ ഒറ്റ ഒരാളുടെ തീരുമാനത്തിലാണ് ഇതൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ. അപ്പം എനിക്കിങ്ങനെ ടെൻഷൻ ഉണ്ടെന്നും ആരോടും പറയാൻ പറ്റില്ല. എന്നാലും ഇതിപ്പോൾ വേണ്ട അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഒക്കെ ഞാൻ തന്നെ ഇതാക്കണം. അപ്പം ആ ടൈമൊക്കെ എനിക്കൊരു എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല സത്യം പറഞ്ഞാൽ. ഞാൻ ബേബിക്ക് ഇങ്ങനെ പ്രഷർ കൊടുത്തുകൊണ്ടിരുന്ന ടൈമായിരുന്നു. അതെ, അതായത് വീട്ടില് എന്താ പെണ്ണ് കണ്ട് ഓക്കെ, അത് എൻ്റെ ഉമ്മയാണ് വല്യമ്മനെ വിളിക്കുന്നത്. അതെന്ന് വെച്ചാല് എൻ്റെ ഉപ്പഴ വീട്ടുകാര് നീനുവിൻ്റെ വല്യമ്മയായിട്ട് ചെറിയൊരു ബന്ധമുണ്ട്, വലിയ ബന്ധമല്ല. അപ്പൊ അങ്ങനെ പരിചയമുണ്ട്. അപ്പൊ ഇങ്ങനെ ഉമ്മ വിളിച്ച് സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് നീനുവിൻ്റെ മാമ വിളിച്ചു. അപ്പോൾ അന്വേഷിക്കട്ടെ, നമുക്ക് നോക്കാന്നുള്ള രീതിയിൽ പറഞ്ഞു. ഒരാഴ്ച നല്ല രീതിക്ക് അന്വേഷിച്ചിട്ടുണ്ട്. എൻ്റെ നാട്ടിൽ തന്നെ പലരും എന്നോട് നിന്നെ കുറിച്ച് ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇങ്ങനെ. അതായത് മാമ അന്വേഷിക്കുന്നവരൊക്കെ എന്നെ അറിയുന്നവർ തന്നെയാണ് കൂടുതൽ നാട്ടിൽ. അപ്പോൾ അവരെന്നോട് വിളിക്കും, എന്നോട് പറഞ്ഞിരുന്നു ഇങ്ങനെ വിളിച്ചിരുന്നു അങ്ങനെ. ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഓക്കെ പറഞ്ഞത്. അതായത് ലവ് മാരേജ് ആണെങ്കിലും ഒരു അറേഞ്ച് മാരേജിന്റെ രീതിയിൽ അത്യാവശ്യം രീതിയിൽ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. ഇത് നല്ലതല്ല എന്നുണ്ടെങ്കിൽ അവരെ
തലേക്ക് ഇടരുത്, മൊത്തം ഞാൻ തന്നെ ഇതാക്കണത്. അപ്പൊ സത്യം പറയാൻ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ വലിയ മെച്ചോടൊന്നും ആയിരുന്നില്ല. അപ്പൊ എനിക്ക് പറഞ്ഞ മാതിരി ഞാനിപ്പോ ഈ എടുക്കുന്ന ഡിസിഷൻ എനിക്ക് തന്നെ അറിയണ്ടായില്ല ശരിയാണോ ഇതാണോ. എന്നിട്ട് ലാസ്റ്റ് എന്തിട്ടെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഇട്ട് ചാടി. എനിക്ക് അറിയണില്ല, ശരിക്കും എനിക്ക് അറിയണ്ടായിരുന്നില്ല എന്താ ചെയ്യണ്ടേ. എനിക്കെന്ന് വെച്ചാല് എന്റെ വീട്ടില് ഏജിന്റെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇങ്ങനെ നീട്ടി കൊണ്ടുപോകാനും പറ്റൂല. ആ ഒരു അവസ്ഥയില് ഞാൻ നിന്നിരുന്നത്. ഞാൻ സത്യം പറഞ്ഞ ഈ ഒരു കല്യാണത്തിന് ഔട്ട് ഓഫ് ലവില് ചാടിയതാണ്, അല്ലാണ്ട് വേറെ ഞാൻ പിന്നെ ഒന്നും ആലോചിക്കാൻ നിന്നില്ല, വരുന്നോടത്ത് വെച്ച് കാണാന്നുള്ളതില്. പിന്നെ എങ്ങനെയായിരുന്നു വെച്ചാല് കല്യാണത്തിന് ശേഷം ഭയങ്കര പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു കേട്ടാ, ഞാൻ പറഞ്ഞില്ലേ കോളേജിൽ ഇങ്ങനെ ഭയങ്കര പ്രഷറായിരുന്നു. ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, ആ ടീച്ചർ ഇങ്ങനെയൊക്കെ കല്യാണം കഴിഞ്ഞാൽ കാണാം അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര, എനിക്കത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കേട്ടിട്ട് ദേഷ്യം വന്നിട്ടുണ്ട്. ക്രിസ്മസ് ടൈമിലായിരുന്നു കല്യാണം. അപ്പൊ ഇന്ന് ഞങ്ങളുടെ സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ അതാണ് ഇന്ന് ലവ് സ്റ്റോറി പറയാന്ന് വിചാരിച്ചു. അപ്പൊ തേർഡ് ഇയറില് പഠിക്കുമ്പോ December 26 കല്യാണം കഴിഞ്ഞു, January 1 ക്ലാസ് തുറക്കും. അപ്പൊ ആ ക്ലാസ്സിന് ഞാൻ പോയിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ ലീവ് എടുത്ത് നിന്നിട്ടില്ല, അത്യാവശ്യം അറ്റൻഡൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ. അപ്പൊ എന്താ പറയാ, എനിക്ക് അങ്ങനെ ഒന്നും എന്താ പറയാ ഒരു തടസ്സം അങ്ങനെ ഒന്നും വന്നിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ടായിരുന്നു ഗോവയ്ക്ക് ട്രിപ്പ്. അപ്പൊ ഇങ്ങനെ നല്ല ചേഞ്ചായി വെച്ചാല് എല്ലാവരും പറയും ഭയങ്കര ദേഷ്യാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ. പക്ഷെ അങ്ങനെ ഇതുവരെ ഞങ്ങൾ തല്ലൂടെങ്കിലും എന്നോട് അതിന് മാത്രം അങ്ങനെ ദേഷ്യമൊന്നും എടുത്തിട്ടില്ല. അതെല്ലാവരും പറയും പണ്ടത്തെ ബിലാലാണെങ്കിൽ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് പിന്നെ അറിയാം ബിലാല് ക്ഷമിക്കാൻ പഠിച്ചു എന്നൊക്കെ കല്യാണം കഴിഞ്ഞപ്പോ. അങ്ങനെ കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഞങ്ങള് സത്യം പറഞ്ഞാല് ശരിക്കും ഇങ്ങനെ ഞാൻ ഇങ്ങനെ കല്യാണം കഴിച്ചത് നന്നായി, ഞങ്ങൾ തല്ലൂട്ടൊക്കെ കുറഞ്ഞു. അപ്പൊ ഞങ്ങള് റിലേഷന്റെ ടൈമിലാണെങ്കിൽ ഒരു കാര്യമുണ്ട്, ഞങ്ങൾ മീറ്റ് ചെയ്യുന്ന ടൈമില് തല്ലൂടാറില്ല. അതെ, ഞങ്ങൾ നേരിട്ട് കാണുന്ന ടൈമാണെങ്കിൽ ഞങ്ങൾ അടിപൊളിയാണ്. പക്ഷെ അപ്പുറത്തും ഇപ്പുറത്തെ ഒരു ഫോണിന്റെ മറവിലിരിക്കണ വെച്ചാല് എന്തെങ്കിലും ഒക്കെ കാരണം ഉണ്ടാക്കി അങ്ങോട്ട് തല്ല. കല്യാണം കഴിഞ്ഞ എന്താവും അങ്ങനെ ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിരുന്നത് വെച്ചാല് സത്യത്തിന് എന്റെ ലൈഫ് വെച്ചാണ് കളിച്ചാൽ മോനെ, എന്റെ ലൈഫ് വെച്ചിട്ട്. അല്ലാണ്ട് പിന്നെ എനിക്കൊരു ഉറപ്പെന്ന് വെച്ചാല് ഞങ്ങള് മീറ്റ് ചെയ്യുന്ന ടൈമിൽ ഓക്കെയാണ്. അതാണ് എന്റെ ഒരു കോൺഫിഡൻസ് വരുന്നത്. പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. അപ്പോഴും ഞാൻ ഇതിനോട് പറയാം, നീ കല്യാണം കഴിഞ്ഞിട്ട് ഇത് പറയണം. നീന് ഭയങ്കര പേടിയായിരുന്നു, ഓരോരുത്തർ പറഞ്ഞു കൊടുത്തിട്ട് ഓരോന്ന് അങ്ങനെയാണെങ്കിലാണ് പറഞ്ഞു കൊടുത്തിട്ടാണ് നീനൊരു ടെൻഷൻ വരുന്നത്. അപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് നിനക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ ഓക്കെ, ഇത് നീ അപ്പോഴും ഞാൻ പറയാം നമ്മ മീറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാറുണ്ടോ, ഞങ്ങൾ ഓക്കെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ പറയണ ആരും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്കെയാണ്. പിന്നെ മാക്സിമം ലവ് മാരേജ് ആണെങ്കിൽ അങ്ങോട്ടാണെങ്കിൽ പരസ്പരം ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാ, മാക്സിമം അങ്ങോട്ട് പറയാ. ഇപ്പൊ എന്താ പറയാ, അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും ഒരു 6-7 മാസം ഗ്യാപ്പ് ഇട്ടിട്ട് പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ട് മനസ്സിലാക്കിയിട്ട് മതി കല്യാണം. ഇപ്പൊ സത്യം പറയാം, ഞങ്ങളെ പെട്ടെന്ന് വിളിച്ച് കല്യാണം കഴിച്ചെന്ന് വെച്ചാൽ ഞങ്ങൾ തീരെ ഭയങ്കര പറഞ്ഞിട്ട് നല്ല ചിലപ്പോ അലമ്പായി പിരിഞ്ഞു പോയനെ. അതായത് ഞങ്ങള് എന്താ പറയാ മുൻപരിചയം ഇല്ലാണ്ട് കല്യാണം കഴിച്ചാണെങ്കിൽ രണ്ടാളെ ക്യാരക്ടർ നല്ല വ്യത്യാസം. ഇപ്പൊ അങ്ങനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാലും ഒരു ടൈം കൊടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡ് വെച്ചാൽ മനസ്സിലായി എന്നിട്ട് പറയാ. കല്യാണത്തിന് ടൈമല്ല, കല്യാണം കഴിഞ്ഞിട്ടല്ല ടൈം കൊടുക്കണം, കല്യാണത്തിന് മുന്നേ ടൈം കൊടുക്കാൻ ഞാൻ പറയുള്ളൂ. അതായത് കല്യാണം എൻഗേജ്മെന്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് അവരെ പുറത്തേക്ക് വിടാം. അവരെ രണ്ടുപേരെ പുറത്തേക്ക് വിടാൻ പറ്റിയില്ലെങ്കിൽ കൂടെ കസിൻസ് ആയിട്ടോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടോ ഔട്ടിങ് പോവാ, അവര് സംസാരിക്കട്ടെ, അവര് നേരിട്ട് കാണട്ടെ. ഇതൊക്കെയാണ് എൻ്റെ ഒരു ഇതിൽ തോന്നുന്നത്. ഒറ്റയ്ക്ക് പറഞ്ഞു വിടണ്ട, നിങ്ങൾ ഫാമിലി ആയിട്ട് ഒരു ടൂർ പോവാ, അപ്പോൾ അങ്ങോട്ട് രണ്ടുപേരെ ഫാമിലി എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കുക. പിന്നെ ചെക്കനും പെണ്ണിനും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ബേബിക്ക് എന്റെ സ്വഭാവം തീരെ ഇഷ്ടമായിരുന്നില്ല ആദ്യം. പക്ഷെ ബേബി ഇങ്ങനെ ടൈം തന്നോണ്ടാണ് ഞാനിപ്പോ ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ബേബി എങ്ങനെയാന്ന് ഞാൻ റിയലൈസ് ചെയ്തിട്ട് അങ്ങനെ ആയത്. അപ്പൊ അങ്ങനെ ടൈം കൊടുക്കുകയാണെങ്കിൽ ഇതേപോലെ ഞങ്ങളെ പോലെ എങ്ങനെയെങ്കിലും പോവാ. പറഞ്ഞല്ലോ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വ്ളോഗിൽ ഞാൻ പറയുന്നുണ്ട് എന്ത് പൊന്നു പോലെ നോക്കാന്ന് പറഞ്ഞിട്ട്. ആ വേർഡ് ഇതുവരെ കീപ്പ് ചെയ്തിട്ടുണ്ട്. എന്താ കീപ്പ് ചെയ്തിട്ടില്ലേ?
പിന്നെന്ന് പറയുമ്പോ കല്യാണം നേരത്തെ കഴിച്ചാൽ എനിക്കിപ്പോ ഒരു കുറ്റബോധ അങ്ങനെ ഒന്നും പക്ഷെ നീനുവിനെ സംബന്ധിച്ച നീനു നേരത്തെയാണ് അതെ, ഇപ്പോഴത്തെ ഒരു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ജനറേഷൻ വെച്ച് എന്നെ സംബന്ധിച്ച് ഞാൻ ലേറ്റ് അല്ല, ഞങ്ങളെ നാട്ടിൽ ചോദിക്കുമ്പോ ഒരു ഇപ്പോഴത്തെ ജനറേഷൻ വെച്ച് ഇവര് പറയില്ല എന്തിനാ ഇത്ര നേരത്തെ കല്യാണം കഴിച്ചതെന്ന് ചോദിച്ചാൽ എനിക്ക് അതൊരു കുഴപ്പമായിട്ട് തോന്നണില്ല. കാരണം എന്റെ PG ഫസ്റ്റ് ഇയർ ഞാൻ ബിബി ഉണ്ണി 6ാം മാസം ഉള്ളപ്പോഴായിരുന്നു അത്. അവളാണെങ്കിൽ ഭയങ്കര കരച്ചിലുള്ള കുട്ടി, ആരെയും പോയില്ല, അങ്ങനെയൊക്കെ ഇത്തിരി ടാസ്ക് ആയിരുന്നു ഹാൻഡിൽ ചെയ്യാൻ. എന്നിട്ടും ഞങ്ങൾ അന്ന് പോയി എക്സാം എഴുതി ഫസ്റ്റ് ഇയർ പാസ്സായി. ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിലും ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഇയർ കഴിഞ്ഞിങ്ങനെ ഇരിക്കുന്നതായിരിക്കും, സെക്കൻഡ് ഇയറിൽ പോയോണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ എന്റെ പഠിപ്പും നടക്കുന്നുണ്ട്, എനിക്കൊരു ഫാമിലി ആയി, ഒരു ഫാമിലി ബിൽഡ് ചെയ്തു ഞാന്. അപ്പോ എനിക്കതൊരു നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. എന്റെ ആ ടൈം പോയി എന്ന് തോന്നുന്നില്ല എന്തായാലും. പിന്നെന്താ അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ എല്ലാരും സൂക്ഷിച്ച് കണ്ടതൊക്കെ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോവാ. അതന്നെ ടൈം കൊടുക്കുക എല്ലാത്തിനും. അറേഞ്ച്ഡ് ആണെങ്കിൽ പ്രത്യേകിച്ച് ടൈം കൊടുക്കുക. അപ്പൊ അങ്ങനെ ഇപ്പൊ നമുക്ക് ചെറിയൊരു കേക്ക് കട്ട് ചെയ്തല്ലോ, കുഞ്ഞൊരു കേക്ക്. ഞങ്ങള് ഫസ്റ്റത്തെ എന്താ പറയാ അത്യാവശ്യം നല്ല രീതിക്ക് എന്റെ ഫാമിലിയും നീനൊരു ഫാമിലിയും പിന്നെ എല്ലാരും വിളിച്ചിട്ട് പരിപാടി നടത്തി. കഴിഞ്ഞ വ്ളോഗിൽ ഉണ്ടായിരുന്നല്ലേ എന്റെ വ്ളോഗ് ഉണ്ട്. പിന്നെ വെഡിങ് ആനിവേഴ്സറി അങ്ങനെ ആഘോഷിക്കാന് ഇനി ഞങ്ങള് ഇങ്ങനെ നല്ല രീതിക്ക് ആഘോഷിക്കാൻ ഉണ്ണിയുടെ ബർത്ത്ഡേ ഒക്കെ ഇല്ല. ഉണ്ണിയുടെ അലമോളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആഘോഷിച്ചു. സെക്കൻഡ് ഞങ്ങള് മാത്രമേ ഉണ്ടാവുള്ളൂ, ഇതുപോലെ ചെറിയൊരു പരിപാടി ഉണ്ടാവുള്ളൂ. ഇനി മെയിൻ ആയിട്ട് ഇപ്പൊ അലമോൾക്ക് 5 വയസ്സ് അല്ലെങ്കിൽ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി 5ാമത്തെ അല്ലെങ്കിൽ 10ാമത്തെ അങ്ങനത്തെ നമ്പേഴ്സിലൊക്കെയാണ് എനിക്ക് നല്ല രീതിക്ക് ആഘോഷിക്കാൻ ആഗ്രഹം. അപ്പൊ ഞങ്ങള് ദീർഘിപ്പിക്കണില്ല. ഇതാണ് ഞങ്ങളെ കൊച്ചു കേക്ക്, ലോട്ടസിന്റെ ഞങ്ങളെ സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറി കേക്ക് കട്ടിങ് ആണ് ഗൈസ്. കേക്ക് മാന്തല് ഇഷ്ടായോ? തുടക്കത്തിൽ ഞാൻ വിചാരിച്ചിട്ടില്ല 7 കൊല്ലൊക്കെ എത്തുന്നു. 6 മാസം 1 കൊല്ലൊക്കെ ആയപ്പോ അത്ഭുതമായിരുന്നു. സെക്കൻഡ് വിത്ത് ട്രോഫി. ബൈ ബൈ ബൈ.